ദൈവത്തിന്റെ അനന്തമായ ഛായയിലും സാദൃശ്യത്തിലുമാണ് അവനെ സൃഷ്ടിച്ചതെന്ന്. അപ്പോൾ ക്രിസ്തുവിന്റെ ഒരു വചനം ഇങ്ങനെയാ, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്, ഭൂമിയുടെ ഉപ്പാണ്. അപ്പൊ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ വലിയ അർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, എത്ര അന്ധകാരം നിറഞ്ഞ അവസ്ഥയാണെങ്കിലും ഒരു ചെറിയ മെഴുകുതിരി വെളിച്ചം ആ അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുകയാണ്. അതുപോലെ ഉപ്പിന്റെ പ്രാധാന്യമൊക്കെ നമുക്കറിയാം. ഉപ്പ് അത് ശുദ്ധീകരിക്കുന്നതാണ്, കേടുകൂടാതെ സൂക്ഷിക്കുന്നതാണ്, രോഗ അണുക്കളെ നശിപ്പിക്കുന്നതാണ്. അങ്ങനെ പല വിധത്തില് ഉപ്പിന് ഗുണമുണ്ട്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് എങ്ങനെയാണ്? നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകണം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകണം. മാത്രമല്ല, യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ ഉപദേശം ലോകത്തിൽ ശത്രുത ഇല്ലാതാകണം എന്നുള്ളതാണ്. ശത്രുവിനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ രാജകീയ ഒരു നിയമമാണിത്. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത് അവന് ചെയ്തു കൊടുക്കുക. ഇതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു ഉപദേശം ലോകത്തിൽ മറ്റാരും നൽകിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ 3 ഉപദേശവും നാം സ്വീകരിക്കുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിന്റെ മകനും മകളുമായി മാറുകയാണ്. കാരണം ക്രിസ്തുവിന്റെ പ്രബോധനം ഏറ്റവും ശ്രേഷ്ഠമായ ഈ പ്രബോധനത്തെ ആരെല്ലാം ഉൾക്കൊള്ളുന്നുവോ അവർക്കെല്ലാം ദൈവത്തിന്റെ മകനും മകളുമാകാനുള്ള കൃപ നൽകുക. കാരണം ക്രിസ്തുവിന്റെ പ്രബോധനത്തിന്റെ ആകത്തുക ഇതാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മനുഷ്യ ജീവിതത്തിന് വലിയ അർത്ഥമുണ്ട്. അർത്ഥമുണ്ടാകുന്നത് ദൈവ കേന്ദ്രീകൃതമായ ഒരു ജീവിതം, നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ജീവിതം നമുക്കുണ്ടാകുമ്പോഴാണ്. അപ്പോൾ ശത്രുത എവിടെയെല്ലാം കടന്നു വരുന്നു അവിടെ നിത്യതയ്ക്ക്, നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് തടസ്സം വരികയാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നാം നന്മ ചെയ്യുന്നില്ല എങ്കിൽ, മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരണം നാം ആഗ്രഹിക്കുന്ന അവന് ചെയ്തു കൊടുക്കുന്നില്ല എങ്കിൽ ദൈവിക നന്മയിൽ നിന്ന് നാം അകന്നു പോവുകയാണ്. അപ്പൊ ഇതെല്ലാം മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥകളാണ് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസിന്റെ സന്ദേശം നൽകാനായിട്ട് ഞങ്ങൾ വരുമ്പോൾ ദൈവം സ്വർഗം വിട്ട് ഇറങ്ങി വന്നത് മനുഷ്യരെ ഓരോരുത്തരും ദൈവത്തിന്റെ മകനും മകളുമായി മാറുവാൻ വേണ്ടിയാണ്. അതെ, ഭൂമിയിലായിരിക്കുന്ന മനുഷ്യൻ അവന്റെ മനുഷ്യ ജീവിതത്തിന്റെ വിശുദ്ധിയിലൂടെ ദൈവത്തിന്റെ മകനും മകളുമായി തീർന്നുകൊണ്ട് നിത്യതയിലേക്ക് പോകണം, സ്വർഗത്തിലേക്ക് പോകണം. അതായത് സ്വർഗം നഷ്ടമായ മനുഷ്യന് സ്വർഗം വീണ്ടെടുത്ത് കൊടുക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ വലിയ പദ്ധതിയുടെ ഭാഗമാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യ ജീവിതം. അത് നമ്മെ ഓരോരുത്തരെയും ആ മനുഷ്യ ജീവിതം വരെ യേശുക്രിസ്തു ക്ഷണിക്കുകയാണ്. സ്വർഗത്തിലേക്ക് പോകുവാൻ എന്നോട് ചേരുക, എന്നിൽ വിശ്വസിക്കുക. കാരണം യേശുക്രിസ്തുവാണ് മനുഷ്യവർഗം മുഴുവന്റെയും പാപത്തിന് പരിഹാരം ചെയ്തത്. കാരണം പാപമില്ലാത്തവന് മാത്രമേ പാപത്തിന് പരിഹാരം ചെയ്യാൻ പറ്റുകയുള്ളൂ. പാപം ചെയ്യുന്ന ഒരു വ്യക്തിക്കും താൻ ചെയ്യുന്ന പാപത്തിന് പരിഹാരം ചെയ്യാൻ പറ്റുകയില്ല. ഒരുപക്ഷെ നമ്മിൽ പലരും വിചാരിക്കും, ഞാൻ ഏതെങ്കിലുമൊക്കെ കുറെ പണം സമ്പാദിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മോശമായി ചിത്രീകരിച്ചു, അതിൽ നിന്ന് കിട്ടുന്ന സുഖത്തിലൂടെ ഞാൻ ജീവിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ കുറെ സമ്പത്തൊക്കെ നേടിയതിനു ശേഷം അതിൽ കുറച്ച് ദാനം ചെയ്തു കഴിഞ്ഞാൽ എന്റെ പാപത്തിന് പരിഹാരമാകുമെന്ന. പക്ഷേ യേശുക്രിസ്തു ഇങ്ങനെയാ പറഞ്ഞത്, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്, അടിമ ഒരിക്കലും ഭവനത്തിൽ വസിക്കുന്നില്ല.